ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഒരു സ്റ്റഡി വ്ളോഗുമായിട്ടാണ് വന്നേക്കുന്നത്. സ്റ്റഡി വ്ളോഗ് മാത്രമല്ല, ഒരു ഡേ ഇൻ മൈ ലൈഫും കൂടിയാണ്. അപ്പോൾ ഇന്ന് ക്ലാസ് ഉള്ള ദിവസമാണ് ആൻഡ് നമ്മൾ ക്ലാസ്സിന് പോകണം. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റിട്ട് ഞാൻ ഫ്രഷായിട്ട് ഒന്ന് വന്ന് നിൽക്കുന്നതാണ്. 6 മണിയായപ്പോൾ എണീറ്റിട്ടുണ്ട്. ഒന്ന് ഫ്രഷായി ഒരു 6:30 ആയപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് ടേബിളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ. പിന്നെ ഇന്ന് ആദ്യം പഠിക്കുന്നത് ഇന്നത്തെ എക്സാമിനുള്ള ടോപ്പിക്കാണ്. ഇന്നത്തെ എക്സാമിനുള്ള ടോപ്പിക്ക് കേരളത്തിലെ നദികളായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇന്നലെ പകുതി പഠിച്ചു വെച്ചു. അപ്പോൾ അത് ഫുൾ ഇന്നലെ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ബാക്കി ഇന്നിരുന്ന് ഞാൻ പഠിച്ചു. പിന്നെ അതിൽ കുറച്ച് കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ ആ ടോപ്പിക്കുണ്ടല്ലോ, അതും കുറച്ചുണ്ടായിരുന്നു. അങ്ങനെ അതത്രയും ഒന്ന് പഠിച്ച് കംപ്ലീറ്റ് ആക്കി. അപ്പോൾ ഗൈസ്, ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടുന്നില്ല. ഞാൻ റീസണൊക്കെ ഇട്ടൊരു പോസ്റ്റ് ഇട്ടിരുന്നു. നിങ്ങളത് കണ്ട് കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യെസ്, അങ്ങനെ കുറച്ച് തിരക്കായിപ്പോയി. എക്സാമിൻ്റെ ടെൻഷൻസ്, പിന്നെ കുറച്ച് ഒരു പാർട്ട് ടൈം ജോബ് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടിയിട്ട് കുറച്ച് തിരക്കായിപ്പോയി. അതാണ് വീഡിയോ ഇടാതിരുന്നത്. പിന്നെ ദാണ്ട ഞാനൊരു കട്ടനും കൂടെ എടുത്തു. അപ്പോഴത്തേക്കും രാവിലെ നല്ല വെളിച്ചമുണ്ടായിരുന്നിടത്ത് ഇപ്പോൾ ആകാശമൊക്കെ ഒന്ന് ഇരുണ്ട് മൂടി കെട്ടി ഒരുമാതിരി കിടക്കാം. മഴ വരാനുള്ള ഒരിതാണ് കേട്ടോ. അങ്ങനെ ആ കട്ടനുമൊക്കെ ആയിട്ട് പഠിച്ച് വീണ്ടും ബാക്കിയത് ഫുള്ള് പഠിച്ച് കംപ്ലീറ്റ് ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ക്ലാസ്സിന് പോകണം. നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് ക്ലാസ് ഉള്ള ദിവസമാണ്. കുറേ നാളുകൾക്ക് ശേഷം ഇന്ന് ക്ലാസ്സിന് പോകുന്നതാണ്. ഞാൻ വീഡിയോ ഇടാതിരുന്ന ശേഷം സത്യം പറഞ്ഞാൽ കുറേ ദിവസം ക്ലാസ്സിനും പോയില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അത് പഠിച്ചു കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് റെഡിയായി നേരെ ക്ലാസ്സിലോട്ട് പോയി കേട്ടോ. ക്ലാസ്സിൽ പോയിട്ടുള്ള വീഡിയോസൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അങ്ങനെ ക്ലാസ് കഴിഞ്ഞിട്ട് വന്ന് പിന്നെ ചോറും കഴിച്ചിട്ട് ഒന്ന് ഞാൻ കിടന്നുറങ്ങി. പിന്നെ എണീറ്റതൊരു 5:30 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് പിന്നെ 6:30 പഠിക്കാൻ വേണ്ടിയിട്ട് വൈകിട്ടിരുന്നത്, ഈവനിങ് പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നത്. ഈവനിങ് ഒരു ഞാൻ സ്റ്റോപ്പ് വാച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ടൈമർ അധികം വൈകില്ല, സ്റ്റോപ്പ് വാച്ചാണ് നോക്കിയത്. അതാണ് കുറച്ചുകൂടി പ്രൊഡക്റ്റീവായിട്ട് എനിക്ക് തോന്നി തുടങ്ങിയപ്പോൾ. എന്തായാലും അതും വെച്ചിട്ട് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു. പഠിച്ചത് അടുത്ത ദിവസം എക്സാമിനുള്ള ടോപ്പിക്കാണ്. അതായത് അക്കാഡമിയിൽ അടുത്ത ദിവസം എക്സാമിനുള്ള ടോപ്പിക്ക്. അത് നമ്മുടെ PYQ എക്സ്പ്ലനേഷനാണ് കേട്ടോ. നമുക്കിങ്ങനെ കുറച്ച് PYQ തന്നിട്ട് അതിൻ്റെ കുറച്ച് എക്സ്പ്ലനേഷൻസ് ഒരു മെറ്റീരിയലായിട്ട് തരും. അതിൻ്റെയാണ് ഞാൻ പഠിച്ചത്. അത് അങ്ങനെ കൃത്യമായിട്ട് പഠിച്ചു. അതിൽ 10 പേജുണ്ട്. 10 പേജ് ഒന്നും പഠിച്ചില്ല. നാളെ ക്ലാസ് ഇല്ലാത്ത ദിവസം. അതുകൊണ്ട് ഇന്ന് ഒരു 5 പേജ് പഠിച്ചു വെച്ചിട്ട് ബാക്കി 5 പേജ് നാളെ പഠിക്കാം. എല്ലാം കൂടെ ഒരുമിച്ചാകുമ്പോൾ പഠിക്കാൻ ഒരു മടി തോന്നും. സോ ഇന്ന് കുറച്ച് പഠിച്ചു, നാളെ ബാക്കി പഠിക്കാം. ഇത് ഞാൻ ഒരുക്കി മെറ്റീരിയൽ പഠിച്ചതാണ്, പക്ഷേ അന്ന് കൃത്യമായിട്ട് പഠിച്ചില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടൊന്നും ഓർമ്മയും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നേ. നമ്മുടെ ഈ 55ാമത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയത് മോഹൻലാലാണ്, അറിയാമല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ PSC പരീക്ഷ ഇത് ചോദിക്കില്ല. 2-3 വർഷം മുന്നേ ഉള്ളതൊക്കെയാണ് ഇപ്പോഴൊക്കെ ചോദിക്കുന്നത്. 2023 22 കാര്യങ്ങൾ ഇപ്പോഴത്തെ പരീക്ഷയിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പഠിക്കാൻ ഞാനൊരു കോഡ് നോക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ 2022 അതായത് 54ാമത്തേത് മിഥുൻ ചക്രവർത്തിക്ക്, 53ാമത്തെ വഹീദ റഹ്മാൻ, അങ്ങനെ ഓരോരുത്തർക്കാണല്ലോ. അപ്പോൾ ഞാൻ പഠിച്ചു വെച്ച കോഡെന്ന് പറയുന്നത് ബച്ചൻ രജനീകാന്തിന് ആശ കൊടുത്തു, വഹീദ മിഥുനെ ദാദാ സാഹിബ് എന്ന് വിളിക്കുമെന്ന്. ഓക്കെ, ബച്ചൻ രജനീകാന്തിന് ആശ കൊടുത്തു, വഹീദ മിഥുനെ ദാദാ സാഹിബ് എന്ന് വിളിക്കുന്നു. അതായത് ബച്ചൻ എന്ന് പറയുമ്പോൾ അമിതാഭ് ബച്ചൻ, 50ാമത്തെ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്, പിന്നെ 51ാമത്തേത് രജനീകാന്ത്, പിന്നെ ആശ കൊടുത്തു ആശാ പരേഖ് 52ാമത്തേത്, പിന്നെ വഹീദ റഹ്മാൻ 53ാമത്തേത്, പിന്നെ മിഥുൻ ചക്രവർത്തി 54ാമത്തേത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. അപ്പോൾ എനിക്ക് ഇത് കുറച്ച് ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ ഞാൻ പഠിച്ചു വെച്ചു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തോന്നിയതാണ്. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ കളയാം. ഓക്കെ, പിന്നെ അത് പഠിച്ചു കഴിഞ്ഞിട്ട് ഇന്നത്തെ തൊഴിൽ വീതി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ട് എടുത്തു. തൊഴിൽ വീതി ഇങ്ങനെ കുറേശ്ശെ ഓരോ പേജാണ് ഞാൻ പഠിക്കുന്നത്. ഫസ്റ്റ് 2 പേജാണ് ഇന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് എടുത്തത്. അതിലൊന്ന് PYQൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസും ആയിരുന്നു. പിന്നെ ഒന്ന് ഭരണഘടന SCRT ഫോക്കസിൻ്റെ ആ ഒരു ഭാഗവും പഠിച്ചു. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ കിട്ടിയത്, ഇങ്ങനെ മറന്നു പോണ കാര്യങ്ങളില്ല, ഇയേഴ്സൊക്കെ, അതൊക്കെ ഞാൻ ഒന്ന് ഇതിൽ സ്റ്റിക്കി നോട്ടിൽ എഴുതിയിട്ട് ചുമരിൽ ഒട്ടിച്ചൂടി വെച്ചു കേട്ടോ. ഇതാകുമ്പോൾ ഞാൻ എപ്പോഴും കാണുമ്പോൾ അത് ഓർത്തിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ്സിൻ്റെ നോട്ടാണ് പഠിക്കാൻ വേണ്ടിയിട്ട് എടുത്തത്. ക്ലാസ്സിൽ നൈറ്റി ആയിരുന്നു. എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു സബ്ജക്റ്റാണ് IT. പഠിക്കാൻ എനിക്ക് കുറച്ച് പാടാണ്. ചിലപ്പോൾ എനിക്കത് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ അത് അത്യാവശ്യം ഒന്ന് പഠിച്ചു വെച്ചു. ഇത് അടുത്ത ദിവസം ക്ലാസ്സിൽ ക്വസ്റ്റ്യനും ചോദിക്കും. അപ്പോൾ ഇപ്പോഴേ പഠിച്ചു വെച്ചാൽ പിന്നെ അപ്പം ഞാൻ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല.
ഓക്കെ. പിന്നെ ഗൈസ്, തൊഴിൽ വീഥി ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നിങ്ങൾക്ക് തൊഴിൽ വീഥി ഞാൻ എങ്ങനെയാണ് വായിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാനത് യൂസ്ഫുൾ ആക്കുന്നതെന്ന് വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ദാറ്റ്. ഓക്കെ, യെസ്. അപ്പോൾ പിന്നെ അത് പഠിച്ചു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇന്ന് കുറച്ച് കറണ്ട് അഫെയർസും ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതും ഈ IT കൂടെ തന്നെ ഞാൻ പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാ ദിവസവും അല്ല, ആഴ്ചയിൽ 2 ദിവസം കറണ്ട് അഫെയർസ് 5 ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കുന്നിടത്തിടും. അതിൻ്റെ എക്സ്പ്ലനേഷൻസും ഒക്കെ ആയിട്ട് നമ്മൾ എഴുതിയിട്ട് പോകണം. അപ്പോൾ അതിൽ 2 ക്വസ്റ്റ്യൻ എഴുതണമെന്ന് വിചാരിച്ചാണ് ഞാൻ നോക്കി വെച്ചിരുന്നത്. പക്ഷേ ഒന്നേ എഴുതാൻ പറ്റുള്ളൂ. കാരണം അപ്പോഴത്തേക്ക് എനിക്ക് നല്ല വയ്യാതെ, എനിക്ക് ശ്വാസം മുട്ടലും തുമ്മലൊക്കെ നല്ലപോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ എഴുതി അതിൻ്റെ എക്സ്പ്ലനേഷനും എഴുതി നിർത്തി. അപ്പോഴത്തേക്ക് തന്നെ എൻ്റെ ഫുൾ ഇതങ്ങ് പോയിരുന്നു. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്ന് പഠിച്ചത്. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ടു ഡു എടുത്ത് നോക്കിയപ്പോൾ ഈവനിങ് എഴുതിയ ടു ഡു ആണ്. അതെല്ലാം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അതിൽ ഈ CAയുടെ 2 ക്വസ്റ്റ്യൻ എഴുതണമെന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാത്രമേ എഴുതിയുള്ളൂ, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഐ എം സോ ഹാപ്പി അബൌട്ട് ദാറ്റ്. യെസ്. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് ഇന്ന് പഠിച്ചത്. ഒരു 3 മണിക്കൂറോളമൊക്കെ പഠിച്ചു. 10:30 അടുപ്പിച്ചൊക്കെ ഞാൻ പഠിച്ചു, ഈവനിങ് കേട്ടോ. അതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയുള്ളൂ വീഡിയോ. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ, ഇനി ഗുളികയൊക്കെ കഴിച്ചിട്ട് സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങട്ടെ. അപ്പോൾ എല്ലാവർക്കും ബൈ.